iPhone 14 Pro സീരീസ് വാങ്ങി അൺബോക്സ് ചെയ്യണമെന്നുണ്ടായി. പക്ഷേ പെട്ടി എല്ലാവരും കണ്ടതാണ്. അതിനകത്താകെ ചാർജിങ് കേബിളും കുറച്ച് ആപ്പിൾ സ്റ്റിക്കറും സിം എജക്ടർ ടൂളും മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് അങ്ങനെ ബോറടിപ്പിക്കേണ്ട എന്ന് കരുതി. പക്ഷേ ഫോൺ വാങ്ങാനായിട്ട് വിളിച്ചു നോക്കിയപ്പോൾ പറയുന്നത് പ്രീ ബുക്കിംഗുകാർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു, ഇനിയിപ്പോൾ പ്രീ ബുക്കിംഗ് എടുക്കുന്നില്ല, 2-3 ആഴ്ച കഴിഞ്ഞേ സാധനം എത്തുള്ളൂ എന്ന്. 2-3 ആഴ്ച വരെയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. സോ നമുക്ക് ഒരു ചെറിയൊരു വ്ളോഗ് സ്റ്റൈലിൽ വേണമെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യാം. നമുക്ക് നേരെ ഇവിടുത്തെ മന്ത്രി എന്ന് പറഞ്ഞൊരു മാളുണ്ട്, അപ്പോൾ അതിനകത്ത് കുറച്ച് ഷോറൂംസ് ഉണ്ട്. അവിടെ എവിടെയാണ് ഈ ഒരു iPhone 14 സീരീസ് ഉള്ളത് നോക്കാം. അതിനുശേഷം നമുക്ക് ആ ഡൈനാമിക് ഐലൻഡും കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കലി എങ്ങനെയാണ് എന്നുള്ളതും കൂടി അറിയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹേ ഗൈസ്, ഇതാണ് നമ്മുടെ പാർക്കിംഗ് ലോട്ട്. ദേ കിടപ്പുണ്ട് നമ്മുടെ വണ്ടി. യെസ്, നമ്മുടെ അവഞ്ചർ വണ്ടി ഇതാ ഇരിപ്പുണ്ട്. സോ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പോയിട്ട് മെട്രോ കയറുന്നു. കാരണം മെട്രോ ആണ് ഈസിയസ്റ്റ് വേ ഇവിടെ ബാംഗ്ലൂരിലായതുകൊണ്ട്. സോ ദേ നമ്മുടെ അവഞ്ചർ മൊത്തം ഇവിടെ ഇരിപ്പുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹെൽമെറ്റിലൊക്കെ പൊടിയായിട്ടുള്ളതേ, ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ആ കൺസ്ട്രക്ഷൻ്റെ പൊടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെട്രോയിൽ അടുത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് കേട്ടോ. ഇതിവിടെ എല്ലാ വണ്ടികളും പാർക്ക് ചെയ്തിട്ടുണ്ടാവും. സോ ഇതിൽ കൂടെയാണ് നമ്മൾ മെട്രോയിലേക്ക് പോകുന്നത്. അപ്പോൾ മെട്രോ കയറുമ്പോൾ നമുക്ക് മാസ്ക് വേണം, അതുകൊണ്ടാണ് നമ്മൾ മാസ്ക് ഇടുന്നത്. ഇതാണ് സെക്യൂരിറ്റി ചെക്ക്. സോ ഇവിടെ ആക്ച്വലി ഒരുപാട് മാളുകളിൽ iPhone 14 സീരീസ് വന്നിട്ടുണ്ടെന്ന് കേട്ടായിരുന്നു. ഫോറം മോളുകൾ, അങ്ങനത്തെ മാളുകളിൽ. ഇതിൽ നമ്മളിപ്പോൾ മെട്രോനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മോളിലേക്കാണ് പോകുന്നത്. മന്ത്രി സ്ക്വയർ എന്നാണ് ആ ഒരു മാളിൻ്റെ പേര്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്നൊരു മെട്രോ കയറണം. മെട്രോ കയറി കഴിഞ്ഞിട്ട് മിഡിലൊരു സ്റ്റേഷൻ ഉണ്ട്, മാജസ്റ്റിക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു മാജസ്റ്റിക് സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മൾ മന്ത്രിയിലേക്ക് ഡയറക്റ്റ്, നമ്മുടെ ലുലുവിലേക്കൊക്കെ മെട്രോ ഉള്ള പോലെ തന്നെ ഡയറക്റ്റ് മന്ത്രിയിലേക്ക് മെട്രോ ഉണ്ട്. അവിടേക്ക് നമ്മൾ കയറും. സോ നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി. ഏകദേശം 1 മിനിറ്റിനുള്ളിൽ മെട്രോ വരും എന്നാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇതേ കണ്ടില്ല നമ്മുടെ മഞ്ഞ തേർഡ് ലൈൻ. നമ്മളന്ന് തേർഡ് ലൈനിനെ കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായി. കണ്ടിട്ടില്ലാത്തവരൊക്കെ ഈ ഷോർട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തിനാണ് ആസാനം അവിടെ ഇരിക്കുന്നതെന്ന്. സോ അവിടെ കിടപ്പുണ്ടായിരുന്നില്ലേ മെട്രോ. ഓക്കെ, സോ നമ്മളിത് ഇവിടെ നിന്ന് മെട്രോ കയറി ഇങ്ങനെ വന്നിട്ട് നമ്മളിത് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ യെസ്, സോ ഫൈനലി നമ്മൾ മന്ത്രി സ്ക്വയർ മാളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതേ കണ്ടില്ലേ, മെട്രോ ഇവിടെ ഉണ്ട്. ഡയറക്റ്റ് മന്ത്രി മാളിലേക്കുള്ള എൻട്രി ആണിത്. സോ എന്നാലും ഇവിടെ iPhone 14 സീരീസ് ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വിളിച്ചൊന്നും ചോദിച്ചായിരുന്നില്ല ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. എന്നാലും ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ള ഡൈനാമിക് ഐലൻഡ് എങ്ങനെയുണ്ട്, അത് ഹൈപ്പിനുള്ളതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഞാൻ വന്നേക്കണേ. സോ എന്താണെന്നറിയില്ല, പതിവിലും തിരക്കുണ്ട് മന്ത്രി മാളിൽ. ഇത്രയും തിരക്ക് സാധാരണ ഉണ്ടാവാറില്ല. അത്യാവശ്യം തിരക്കുണ്ട്. ഇവിടെ മെട്രോയിലേക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മന്ത്രി മാളിൻ്റെ അകത്തുള്ള എൻട്രൻസ്. അത്യാവശ്യം തിരക്കുണ്ട്. ശനിയാഴ്ച വേണ്ടെന്ന് തോന്നുന്നു. എൻ്റെ അറിവിൽ ഇവിടെ ഒരു ഇമാജിൻ സ്റ്റോർ ഉണ്ട്, പിന്നെ ഒരു സംഗീത മൊബൈൽസ് ഉണ്ട്, വേറെ എന്തോ ഒരു മൊബൈൽ ഷോപ്പും കൂടി ഉണ്ട്. എന്തായാലും പോയി നോക്കാം. സോ ഫ്ലോർ മാപ്പ് ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ നമുക്ക് നോക്കേണ്ടത് എന്താണ്, ഇലക്ട്രോണിക്സ് അല്ലേ. റിലയൻസ് ഡിജിറ്റൽ ഉണ്ട് F40 ഈ സൈഡിലാണ്. നമ്മൾ കയറി വന്ന സൈഡ് ഇതാണ്. ഓക്കെ, നമ്മൾ മെട്രോന്ന് ഇതിൽ കൂടെയാണ് വന്നത്. യു ആർ ഹിയർ ആണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്താം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ഷോപ്പ് കാണുന്നുണ്ട്. റിലയൻസ് ഡിജിറ്റലാണ്. റിലയൻസ് ഡിജിറ്റൽ ആദ്യം ഉണ്ടോ എന്ന് പോയി നോക്കാം. അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത ഷോപ്പിൽ പോയി നോക്കേണ്ടി വരും. ഹോപ്പ്ഫുള്ളി അവിടെ ഉണ്ടാവേണ്ടതാണ്. ഞാൻ പ്രീ ബുക്കിങ്ങിന് ഇതൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ പ്രീ ബുക്കിംഗുകാർക്ക് വേണ്ടി മാത്രമാണോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ മന്ത്രി മാളിൻ്റെ ഉള്ളിലുള്ള റിലയൻസ് ഡിജിറ്റൽ ദേ ഇരിക്കുന്നു നമ്മുടെ iPhone 14 സീരീസ്. 14ഉം 14 പ്രോയും 14 പ്രോ മാക്സും 14 പ്ലസ് ഇല്ല. ആദ്യമേ 14 നോക്കി, തൊട്ടപ്പുറത്ത് 13 ഉരുപ്പുണ്ടായി. താഴെ എഴുതി വെച്ചതുകൊണ്ട് വ്യത്യാസം മനസ്സിലായി. എന്തായാലും 14ന്റെ ക്യാമറയിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ക്യാമറ ഓൺ ആക്കി നോക്കി. ഫ്രണ്ടിൽ ഓട്ടോ ഫോക്കസ് കൊണ്ടുവന്നിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫേസ് ഫോക്കസ് ആവുന്നുണ്ട്. സൈഡെല്ലാം തന്നെ നമ്മുടെ 13 പോലെ തന്നെയാണ്. നമ്മുടെ സ്ക്രീൻ ബ്രൈറ്റ്നസ്സും ഏറെക്കുറെ അതേപോലെ തന്നെ. എന്നിട്ട് തൊട്ടപ്പുറത്തുള്ള 14 പ്രോ എടുത്ത് നോക്കി, പക്ഷെ അത് ഓൾറെഡി ചത്തിരിക്കുവാണ്, ചാർജ് ഇല്ല. പക്ഷെ പേടിക്കണ്ട, 14 പ്രോ മാക്സ് തൊട്ടപ്പുറത്ത് ജീവിച്ചിരിപ്പുണ്ട്. 120 ഹെർട്സിന്റെ
പ്രൊമോഷൻ ഡിസ്പ്ലേ 200 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ്. ഓൾറെഡി റൂം ഭയങ്കര ബ്രൈറ്റ് ആണ്, അതിനകത്തും നല്ല രീതിയിൽ കാണുന്നുണ്ട്. സോ ബ്രൈറ്റ്നസ് നല്ലതാണ്. നമ്മുടെ ഡൈനാമിക് ഐലൻഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാനൊരു വോയിസ് റെക്കോർഡ് ചെയ്തു മിനിമൈസ് ചെയ്തപ്പോൾ ദേ കിടക്കുന്ന ഒരു സ്പെക്ട്രവും ടൈമും ഒക്കെ അത് തൊടുമ്പോൾ തന്നെ തിരിച്ച് ഓപ്പൺ ആവുന്നുണ്ട്. പല ആൾക്കാർക്കുമുള്ള സംശയം, നമ്മൾ ക്യാമറയിൽ തൊട്ട് കഴിഞ്ഞാൽ ഡൈനാമിക് ഐലൻഡ് വർക്ക് ചെയ്യുമോ എന്ന്. എവിടെ തൊട്ട് കഴിഞ്ഞാലും ആ പില്ലിൽ ഡൈനാമിക് ഐലൻഡ് വർക്ക് ചെയ്യും. ഞാനൊരു ടൈമറും കൂടെ വെച്ച് നോക്കി. ടൈമർ മിനിമൈസ് ചെയ്തപ്പോൾ സൈഡിൽ ഒരു ഡോട്ട് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഇത് നമ്മൾ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ആപ്ലിക്കേഷൻസ് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. യെസ്, 14 Pro Max ഒരു പലക പോലെ വൈഡ് ആയിട്ടുള്ള ഒരു ഫോണാണ്. ആൻഡ് പുറകിലുള്ള ക്യാമറ ബമ്പ് വർഷം കൂടുന്തോറും തടിയനായി വരുന്നുണ്ട്. ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിം മുഴുവനും ഫിംഗർ പ്രിന്റ് ആയിട്ടുണ്ട്. പക്ഷെ രൂപഭാവങ്ങളൊക്കെ ഏകദേശം 13 Pro Max പോലെ തന്നെയാണ്. എന്നാൽ ആ ഒരു ഡീപ് പർപ്പിൾ കളർ ഉള്ളത് കൊണ്ട് 14 Pro ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു കാര്യം പറയാലോ, സ്പീക്കർ വളരെ ലൗഡാണ്. ഇത്രയധികം തിക്കും തിരക്കും ഉണ്ടായപ്പോഴും പാട്ട് വെച്ചപ്പോൾ അപ്പുറത്തിരുന്ന 2-3 പേര് തിരിഞ്ഞു നോക്കി. സോ യെസ്, ലൗഡാണ്. ആൻഡ് പാട്ട് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മുടെ ഡൈനാമിക് ഐലൻഡിൽ പോയി കിടക്കും. തൊട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീക്ക് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം, നെക്സ്റ്റും പോസും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. വലിയ കാര്യത്തിൽ സാറ്റലൈറ്റ് കോളിംഗ് ഒക്കെ ഉണ്ടോന്ന് തപ്പി നോക്കി. സാറ്റലൈറ്റിന്റെ പരിപാടി ഇന്ത്യയിലുള്ള മോഡലിലില്ല. വിലയാണെങ്കിൽ കൂടുതലുമാണ്. പ്രോ മാക്സ് വേരിയന്റിൽ ഞാൻ കണ്ട വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ആ പില്ല് തൊടാനായിട്ട് പാടുപെടും. ഒരു കൈ കൊണ്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ പില്ലിലേക്ക് എത്തുന്നത് ഒരു ചലഞ്ചായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. 14 Proയിൽ പിന്നെയും കുഴപ്പമില്ല. തൊട്ടപ്പുറത്തെ 14 Proയിൽ 1% ചാർജ് കയറിയിട്ടുണ്ട്. എന്തായാലും ഇനി അതിലേക്ക് പോവാം. വോയിസ് റെക്കോർഡറും മ്യൂസിക്കും മാത്രമല്ല കേട്ടോ, ആപ്പിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഡയറക്ഷൻ വെച്ചിട്ട് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് എന്നുള്ളതും ഈ ഒരു ഡൈനാമിക് ഐലൻഡിൽ വരും. അത് തൊട്ട് പിടിച്ചു കഴിഞ്ഞാൽ ആ തിരിയേണ്ട സ്ഥലത്തിന്റെ പേരെന്താണ് അല്ലെങ്കിൽ റൂട്ട് അവസാനിപ്പിക്കേണ്ട ഒരു ഓപ്ഷനും വരുന്നുണ്ട്. ആപ്പിൾ മാപ്പിൽ മാത്രം, ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ അതില്ല. എന്നാലും 14 Pro കോമ്പാക്ട് ആയിട്ടുള്ള സൈസ് ആണ്. ഇനി നമ്മുടെ മേജർ അപ്ഗ്രേഡ് ആയിട്ടുള്ള 48 MP ക്യാമറ, അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനകത്ത് പുതിയൊരു ആക്ഷൻ മോഡ് എന്ന് പറയുന്ന പരിപാടി വന്നിട്ടുണ്ട്. കുലുക്കി വീഡിയോ എടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്. സോ ഞാൻ കുലുക്കി കുറച്ച് വീഡിയോ എടുത്തു. ആൻഡ് ആ വീഡിയോ പ്ലേ ചെയ്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി ഉണ്ട്. ശരിയാണ്, ചെറുതായിട്ടൊന്ന് ക്രോപ്പ് ആവുന്നുണ്ട്. ക്വാളിറ്റി ഒരു പൊടിക്ക് കുറയുന്നുണ്ടെങ്കിലും കൊള്ളാം. അതുപോലെ വന്ന വേറെ അപ്ഗ്രേഡ് ആണ് സിനിമാറ്റിക് മോഡിനകത്ത് 4K ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന്. 4K 24 FPS 4K 30 FPS എടുക്കാൻ പറ്റും. സിനിമാറ്റിക് മോഡ് മനുഷ്യന്മാരെയാണ് കൂടുതലും ക്യാപ്ചർ ചെയ്യാനായിട്ട് നോക്കുന്നത്. വസ്തുക്കൾ കാണുമ്പോൾ അതിനങ്ങോട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ തൊട്ടൊക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ബട്ട് ആ സിനിമാറ്റിക് മോഡിന്റെ സൈഡിലുള്ള എഡ്ജ് ഡിറ്റക്ഷൻ ഭയങ്കര നാച്ചുറൽ ആയിട്ടുണ്ട്. ആൻഡ് ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് സിനിമാറ്റിക് മോഡ് കിട്ടുന്നുണ്ട്. ഓട്ടോ ഫോക്കസും കൂടെ വന്നപ്പോൾ സംഭവം അടിപൊളിയായി. ഇതേ കണ്ടില്ല, എന്റെ കൈയൊക്കെ ഓട്ടോ ഫോക്കസ് ആവുന്നത്. പ്രോ മാക്സിലെ പോലെ തന്നെ പ്രോയിലും ക്യാമറ ബമ്പ് അത്യാവശ്യമുണ്ട്. എന്തായാലും 14 Proയും 14 Pro Maxും അടുത്തടുത്ത് വെക്കുമ്പോൾ ഇതേ കണ്ടില്ലേ, ഇത്രയും വലിപ്പത്തിന്റെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ തിക്നെസ് ഒക്കെ ഏകദേശം സിമിലർ ആണ്. പ്രോ മാക്സിന്റെ കളർ നമ്മുടെ ഡീപ് പർപ്പിൾ ആണ്. പ്രോയിന്റെ കളർ ആണെങ്കിൽ ബ്ലാക്ക് ആണ്. കൊള്ളാം. ഡീപ് പർപ്പിൾ അത്യാവശ്യം പർപ്പിൾ കൂടി പോയിട്ടുണ്ടോ എന്നൊരു സംശയം. അയ്യോ, നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. 2022 ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇറക്കാൻ പറ്റിയ സമയം എന്ന് ടിമ്മണ്ണൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു. കാരണം നല്ല ബ്രൈറ്റ് ആണ്. ആൻഡ്രോയിഡിലെ പോലെ നമുക്ക് കസ്റ്റമൈസേഷൻ ഒന്നും കിട്ടുന്നില്ല. ഒരൊറ്റ ടോഗിളേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കുക, അല്ലെങ്കിൽ ഓഫ് ആക്കുക. എന്തായാലും ഡീഫോൾട്ട് വാൾപേപ്പറിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇട്ടിട്ടും വലിയൊരു വ്യത്യാസമൊന്നും തോന്നിയില്ല. കാരണം ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും ബ്രൈറ്റ് ആയിട്ടിരിക്കുള്ളൂ. എന്തായാലും ഈ ഒരു വാൾപേപ്പർ ഇട്ട് നോക്കി. ഇതിനകത്ത് നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ ഗ്രീൻ കളർ പോയിട്ട് ബ്ലാക്ക് ആവുന്നുണ്ട്. ആൻഡ് ഓൺ ആക്കുമ്പോൾ ആ ഗ്രീൻ തിരിച്ചു വരുന്നുണ്ട്. സോ ഇവിടെ ചെറിയൊരു വ്യത്യാസം കാണാം. എന്തായാലും ബാറ്ററി നല്ലപോലെ ഇത് കുടിക്കും. ആൻഡ് ബാറ്ററി ബാക്കപ്പ് ആണ് നിങ്ങളുടെ മെയിൻ എങ്കിൽ നിങ്ങൾ പ്രോ മാക്സ് എടുത്താൽ മതി. അത്യാവശ്യം ബാറ്ററി നിൽക്കും. പ്രോ ആണ് എടുക്കുന്നതെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തേലും കുറച്ചുകൂടെ ബാറ്ററി ബാക്കപ്പ് ഇത്തവണ കുറവാണ്. മിസ്റ്റർ റോസ്ബോസിന്റെ ബാറ്ററി ടെസ്റ്റ് കണ്ടവർക്ക് അത് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് നമുക്ക് റോ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ റോ ഫോട്ടോയുടെ ഒരു പ്രശ്നം എന്താ അറിയോ, 48 MB എടുക്കുന്ന ഫോട്ടോ ഒരെണ്ണത്തിന്റെ സൈസ് വരുന്നത് 75 MB ആണ്. എന്നാൽ 12 MB എടുക്കുന്ന ഫോട്ടോ ആണെങ്കിലും 25 MB. സോ ബേസ് മോഡൽ 128 GB ആണ് എടുക്കുന്നതെങ്കിൽ പ്രോ ഫോട്ടോ എടുക്കാനാണ് മോഹമെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ സ്റ്റോറേജ് തീരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും 1x എടുക്കുമ്പോഴാണ് 48 MB പറയുന്നത്. ഫോട്ടോ എടുത്തു, സൂം ചെയ്ത് നോക്കി, അങ്ങ് ദൂരെയുള്ളൊരു എക്സിറ്റ് അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. സോ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ലൊരു പെർഫോമൻസ് കാണുന്നുണ്ട്. അൾട്രാ വൈഡിലും ഫോട്ടോ എടുത്തു നോക്കി, കുഴപ്പമില്ല. പക്ഷേ പ്രോസസിങ് ഇപ്രാവശ്യം കുറച്ചുകൂടി പണിയെടുക്കുന്നുണ്ട്. നമ്മുടെ ഫോട്ടോണിക് എഞ്ചിൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി ഒന്ന് ലൈറ്റൊക്കെ കൂട്ടാൻ നോക്കുന്നുണ്ട്. കൊള്ളാം. എന്തായാലും ഫോൺ കൊള്ളാമെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം വിലയാണ്. 1.39 ലക്ഷത്തിനാണ് പ്രോ മാക്സ് വിൽക്കുന്നത്. HDFC കാർഡ് ഉള്ളവർക്ക് 1.35 ലക്ഷത്തിന് കിട്ടും. ഇനി 14 Pro ആണെങ്കിലും 1.29 ലക്ഷം, അഥവാ HDFC കാർക്ക് 1.25. തൊട്ടപ്പുറത്ത് 13 മിനിയും 13ഉം 14 ഒക്കെ ഇരിപ്പുണ്ട്. എന്തായാലും ഒരു പ്രോ മാക്സ് പറഞ്ഞിട്ടുണ്ട്, സ്റ്റോക്ക് വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. സോ സ്റ്റോക്ക് വരുന്നത് വരെയും വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾക്ക് ഒരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ ഇടാൻ പറ്റുള്ളൂ. അത് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.